ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട് ഇന്ന് പുട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇന്ന് ഞാൻ ഒറിജിനൽ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ മോഡലുള്ള സ്റ്റീലിൻ്റെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. അത് വെച്ചാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അത് കാണിക്കാനാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി വന്നത്. ചിരട്ടപ്പുട്ടിന് അതിൻ്റേതായ ഗുണവും രുചിയും എല്ലാം ഉണ്ട്. അതിനുവേണ്ടി ഞാനൊരു ചിരട്ട എടുത്ത് വെച്ചിരിക്കുന്നു. അത് ഈ ഇതിൻ്റെ കുക്കർ വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കത്തി വെച്ച് ദ്വാരം ഇട്ട് കൊടുക്കണം. ഈ കണ്ണുള്ള ഭാഗം ഒന്ന് കുഴിച്ച് കൊടുത്ത് കാണിച്ചു തരാനാണ് വെച്ചത്. ഇങ്ങനെ വെച്ച് നോക്കണം. എന്നിട്ട് ചെറിയ ദ്വാരമാക്കി അതിലോട്ട് ഇറങ്ങണ തരത്തിൽ ആക്കിയെടുക്കണം. കറക്റ്റായി കണ്ട, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഏതെങ്കിലും പാത്രം വെച്ച് അടച്ചു വെച്ചാൽ മതി. ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഈ അളവിലാണ് ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നേരിയ ചൂടുള്ള വെള്ളം വെച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളമേ ചേർക്കാവൂ. പരപരാന്ന് കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ കട്ടയായിപ്പോവും. കുറച്ച് വെള്ളം എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ ആക്കിയാണ് എടുക്കേണ്ടത്. ചിലർ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കും. എനിക്കത് അറിഞ്ഞൂടാ, ഒരു കട്ടയായി പോന്നു. ഞാനിങ്ങനെ കൈ വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല നേരിയ സ്മൂത്തായിട്ട് വരും. ഒരുപാട് വെള്ളം ചേർത്താൽ കട്ടയായിപ്പോവും. നിങ്ങൾ നോക്കി വെള്ളം ഇടണം. നമ്മൾ ചിരട്ട കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറക്കാനും ചിരട്ട വളരെ നല്ല. ചിരട്ട നല്ലപോലെ കഴുകി വൃത്തിയാക്കി തിളപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 പീസ് ഇട്ട് വെച്ച് കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ കുറയും. അതുമാത്രമല്ല, കറികൾ വെക്കാൻ ഈ അടുപ്പത്ത് വെക്കുമ്പോൾ അതിലും 2-3 ചിരട്ട പീസുകൾ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ചിരട്ട കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട്. ഇനി ഇത് 5 മിനിറ്റ് റെസ്റ്റിന് വേണ്ടി വെക്കാം. കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ആവി വന്ന് കഴിയുമ്പോൾ ഈ ചിരട്ട നല്ലപോലെ ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം കഴുകി അതിൻ്റെ നാരുകളെല്ലാം കളഞ്ഞാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലൊരു ചില്ലിടാം. ചില്ല് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒരെണ്ണം കാണിച്ചത്. അതിൽ കുറച്ച് മാവ് നിറച്ചതിന് ശേഷം ഒന്ന് അമർത്തി വെക്കാം. ഒരുപാട് നിറച്ചാൽ അത് പൊക്കുമ്പോൾ പൊങ്ങിപ്പോവും. അതുകൊണ്ട് ആവശ്യത്തിന് മാവേ എടുക്കാൻ പാടുള്ളൂ. കൈ വെച്ചൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു മൂടി വെച്ച് അടച്ചു വെക്കുക. ചെറിയ ചിരട്ട ആയതുകൊണ്ട് ഒരു 4 മിനിറ്റിൽ ഇത് വെന്ത് വരും. വലിയ ചിരട്ടയാണെങ്കിൽ 5 മിനിറ്റ് പിടിക്കും. നല്ല രുചിയുള്ള പുട്ടാണിത്. സാധാരണ പുട്ടിനേക്കാളും നല്ല ടേസ്റ്റാണിത്. മറ്റേ സ്റ്റീലിൻ്റെ അതിനേക്കാളും വ്യത്യസ്തമായ ഇന്ന് ഞാൻ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇത് ചെയ്തു നോക്കണം. പെട്ടെന്ന് തന്നെ ആവി വരുന്നുണ്ട്. ഒരു പ്രത്യേക പണ്ടത്തെ ഒരു മണവും വരുന്നുണ്ട്. നല്ലപോലെ ആവി വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. 4 മിനിറ്റ്. ചിരട്ടപ്പുട്ട് അടുപ്പത്ത് വെച്ചിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം മൂടി തുറന്ന് ചൂടുണ്ട്, ഒരു തുണി വെച്ച് നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം
ഒരു കാസറോളിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല ഇതായിട്ട് നല്ല പുട്ട്. ഇനി ഞാൻ ചില്ലിടാതെ പുട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം. ചില്ലിടാതെ ഉണ്ടാക്കിയാലും ഒന്നും ഇറങ്ങി വരെയൊന്നുമില്ല, തേങ്ങയൊന്നും ഇറങ്ങി പോവുക. കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം അതിൽ മാവ് ഇട്ട് കുറച്ച് തേങ്ങ കൂടെ മുകളിൽ വിതറിയതിന് ശേഷം അടച്ചു വെക്കാം, തീ കൂട്ടി വെക്കാം. തേങ്ങ ഇട്ട പുട്ടാണ്. എൻ്റെ ഹസ്ബൻഡിന് തേങ്ങ ഇടാതെയാണ് ഞാൻ പുട്ടുണ്ടാക്കി കൊടുക്കുന്നത്. അതിന് തേങ്ങ അധികം കഴിച്ചുകൂടാ, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ. ഉപ്പും ഇടാറില്ല, പ്രഷർ ഉള്ളതുകൊണ്ട് ഉപ്പും ഇടാറില്ല. ഞാൻ ഉപ്പും തേങ്ങയും ഇട്ട് വേറെയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചില്ലിടാതെ വെച്ചിരിക്കുകയാണ്. ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ആവി വരുമ്പോൾ എടുത്ത് പുട്ട് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചില്ല് വെക്കാതെയാണ് ഉണ്ടാക്കിയത്. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം എടുക്കുക. ഇത് കുറച്ച് ഇത് ആവി പോയതിന് ശേഷം കമത്തിയെടുക്കാം. നല്ല രുചിയുള്ള ചിരട്ടപ്പുട്ട് ഇത് ചില്ല് വെക്കാതെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള ചിരട്ടപ്പുട്ടാണ് ഇത്. നല്ല മണം വരുന്നുണ്ട്. മറ്റേത് വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല മണം. ഇതെല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഹായെങ്കിലും ഇടണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കും സ്വന്തക്കാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണേ. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിരട്ട പിന്നെ കളഞ്ഞേക്കണം, പിന്നെ വെച്ചേക്കരുത്. പുതിയൊരു ചിരട്ട എടുത്ത് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എടുക്കണം. കണ്ടോ, നല്ല രുചി ഉള്ള ചിരട്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും എല്ലാം കറക്റ്റ്, തേങ്ങ എല്ലാം ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ള പുട്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ല ഇതുപോലത്തെ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.